ഇപ്പൊ ഒരു സീക്രട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും പല സ്ട്രാറ്റജി കാണും, എല്ലാ സ്ട്രാറ്റജിയും റിവീൽ ചെയ്യണമെന്നില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻകാരൊന്നും പൊതുവേ ആ സ്ട്രാറ്റജിയും ഒന്നെങ്കിൽ അവർ മാറ്റി വെച്ചിട്ട് മറ്റുള്ള ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ പഠിപ്പിച്ച് അങ്ങ് പോകുക എന്നുള്ളത് മാത്രം. പക്ഷെ ഇവിടെ എന്നാലും കറക്റ്റ് സാറൊക്കെ ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണോ അത് ജനങ്ങളിലേക്ക് അതേ രീതിയിൽ തന്നെ എത്തിക്കുന്നു, അതേ പ്രാക്ടീസ് തന്നെ. അത് നമുക്ക് ലൈവ് സൂം കണ്ടപ്പോൾ മനസ്സിലായി. അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നും ചെയ്യുന്ന ഒന്നും അല്ലല്ലോ ഇവിടെ ചെയ്യുന്നത്. ശരിക്കും എനിക്ക് കോൺഫിഡൻസ് തന്നത് ശരിക്കും ട്രൂസെൻസ് തന്നെയാണ്, അതിനകത്ത് ഒരു തർക്കവും ഇല്ല. ക്ലാസ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് രീതികൾ ഇന്നതാണെന്നും ആ രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ശരിക്കും കിട്ടിയത് ഈ ഒരു ക്ലാസ്സിൽ തന്നെയാണ്. അറിയാം, എല്ലാവരും ഇപ്പം യൂട്യൂബിനകത്ത് തന്നെ പേര് പറയുന്നല്ലോ, ഒത്തിരി പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ഇന്ന സ്ട്രാറ്റജി എന്നൊക്കെ പറയും, അതേ സ്ട്രാറ്റജി അതേ രീതി ഫോളോ ചെയ്യാൻ നോക്കുമ്പോൾ പോലും നമുക്ക് ഫെയിലിയർ ആണ് വരുന്നത്. പൈസ മുടക്കുന്നതിനേക്കാൾ ഉപരി അതിൽ കൂടെ നമുക്കൊരു വർത്ത് മറ്റുള്ളവർക്കായാലും പ്രയോജനപ്പെടുത്താൻ തീർച്ചയായിട്ടും ട്രൂസെൻസ് അത് നല്ല ഒരു മോഡലാണ് സാർ. തീർച്ചയായിട്ടും എന്നാൽ ഒത്തിരി സന്തോഷമുണ്ട് സാർ. കാരണം നല്ല കോഴ്സും നല്ല മെന്റർഷിപ്പും എല്ലാം കൊണ്ടും സ്ട്രാറ്റജി ഒത്തിരി നല്ലതാണ്. ഒത്തിരി പേർക്ക് അതുകൊണ്ട് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവും ഇല്ല. How are you, bro? ഫൈൻ സാർ, ഫൈൻ. നല്ലത് ബ്രോ. എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? എങ്ങനെ പോകുന്നു? സാറേ, കോഴ്സ് ഒക്കെ നമുക്ക് ഒത്തിരി കോൺഫിഡൻസ് തരുന്ന ഒരു കോഴ്സ് ആയിരുന്നു. വെരി ഗുഡ്. ഇപ്പൊ സാറേ ഒരു പ്രോ ഫണ്ട് കഴിഞ്ഞ ദിവസം എടുത്തായിരുന്നു. അപ്പം ഒരു $5,000 ഒരു പ്രോ ഫണ്ട് എടുത്തായിരുന്നു. അപ്പൊ അതിനകത്ത് ആദ്യം ഒരു ഇച്ചിരി ലോസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് ഏതാ സാറേ? 5,000 ക്യാപിറ്റൽ ഉണ്ടായത്? അതെ 5,000 ആയിരുന്നു എടുത്തത്. അപ്പൊ നമുക്കൊരു ആദ്യത്തെ ദിവസം ഒരു $60 കിട്ടി. പിന്നെ അത് ലോസ് വന്നു. പിന്നെ ഇന്നലെ ഒരു 160 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം ഇപ്പൊ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. വെരി ഗുഡ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ആ ഒരു ഇതുണ്ട് സാറേ. അത്യാവശ്യം നമുക്കൊരു കോൺഫിഡന്റ് ഉണ്ട്, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തെടുക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ട്. നമുക്കൊരു ബിഗിനർ ലെവലിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒരു കോഴ്സ് എടുത്തിട്ട് ഒരു കോഴ്സ് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്ന ഒരാൾക്ക് ഫസ്റ്റ് ടൈം തന്നെ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെ മാനുവലി ചെയ്ത് തുടങ്ങാനുള്ള കോൺഫിഡൻസ് വന്നെന്ന് പറയുമ്പോൾ അതെ, തീർച്ചയായിട്ടും സാറേ. കാരണം എന്നാന്ന് ചോദിച്ചാല് നമുക്ക് അതുപോലുള്ള നല്ല, ഇപ്പൊ ഞാനായാലും അന്ന് നമുക്ക് ഓഡിയോ സീരീസ് ആയാലും സൂം മീറ്റിങ്ങുകളായാലും നമുക്ക് ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ സംശയങ്ങളൊക്കെ വരുമ്പോഴും ലോസ് വരുമ്പോഴൊക്കെ അത് വീണ്ടും എടുത്തിട്ട് നമുക്ക് മെന്റർ അത് പറയും, വീണ്ടും അതൊന്ന് ഇന്നത് ചെയ്യണമെന്നൊക്കെ പറയും. നമ്മൾ കുറെ നമ്മളത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ആയിട്ടില്ല. പക്ഷെ എന്നാലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് സാറേ, നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളേ. അതൊരു സ്ട്രാറ്റജി ആയതുകൊണ്ട് നല്ലൊരു സ്ട്രാറ്റജി തന്നെയാണ്. പിന്നെ അതുപോലെ എത്ര ടൈം എടുത്തു ബ്രോ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട്? ഇപ്പൊ സാറേ ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 1 മന്ത് ആയില്ലെന്ന് തോന്നുന്നു സാറേ. 1 മന്ത് ആയിട്ടില്ല. നമുക്ക് ഈ കോഴ്സ് ചെയ്യുന്ന സമയത്ത് വിചാരിച്ചായിരുന്നോ ഫോറക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിച്ചായിരുന്നോ? ഇത്രയും പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല സാറേ. കാരണം എന്താണെന്ന് ചോദിച്ചാല് നല്ലവണ്ണം ലോസ് ഉണ്ടായിട്ട് ഇത് അവസാനം ഗാംബ്ലിംഗ് ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് വരെ എത്തിയായിരുന്നു. പക്ഷെ പിന്നെയും ഇനി ഇത് നടക്കത്തില്ല. കാരണം ഇതിനകത്ത് എന്തൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ എവിടെ SL വെച്ചാലും കറക്റ്റ് ആ ഭാഗത്ത് നോക്കി അടിച്ചുകൊണ്ട് പോവുക. ഇനി അത് ദാത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അടിച്ചിട്ട് മേളിലോട്ട് കയറി പോവുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇത് കണ്ടപ്പോ ഇതിനകത്ത് ആരോ ഡ്രൈവ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമുക്ക് ഇവിടെ ഇപ്പൊ വന്ന ക്ലാസ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് രീതികൾ ഇന്നതാണെന്നും ആ രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ശരിക്കും കിട്ടിയത് ഈ ഒരു ക്ലാസ്സിൽ തന്നെയാണ്. വെരി ഗുഡ്. എങ്ങനെയാണ് ട്രൂസെൻസിലേക്ക് എത്തിയത്? ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി അറിയാൻ വേണ്ടിട്ട്. എങ്ങനെ സാറേ? എങ്ങനെയാണ് ട്രൂസെൻസിന്റെ കോഴ്സിലേക്ക് എത്തിയത് ബ്രോ? ട്രൂസെൻസിന്റെ കോഴ്സ് സാറേ നമുക്ക് കുറെ വ്യൂസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു, ഫേസ്ബുക്കിലൊക്കെ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ടെസ്റ്റിമണീസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്കും കൂടെ ഇതിനകത്ത് എത്തിപ്പെടാൻ കാരണം. ഞാൻ ഇതിനകത്തൊരു ശരിക്കും ഒരു 6 വർഷമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നാളുകളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഒത്തിരി കൺസെപ്റ്റുകൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ എങ്ങും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇതിനകത്ത് എവിടെയൊക്കെയോ ഒരു പോസിബിലിറ്റി ഉണ്ടെന്നൊരു സ്പാർക്ക് ഉണ്ടെന്നുള്ളതല്ലാതെ ഇപ്പൊ എന്റെ കുറെ പൈസ നമുക്ക് ഇതിനകത്ത് ലോസും വന്നിട്ടുണ്ട്. ഞാൻ അല്ലാതെ നേരത്തെ നമ്മൾ കമ്മോഡിറ്റി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് കുറച്ച് നല്ല ലോസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫോറക്സ് ആകുമ്പോൾ കുറച്ചുകൂടെ കൺവീനിയന്റ് ആണല്ലോ, നമ്മുടെ ടൈം അനുസരിച്ച് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടും ക്യാപിറ്റൽ കുറച്ച് മതി എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുമാണ് ഫോറക്സിലേക്ക് നോക്കിയത്. പക്ഷെ അതിനകത്ത് തന്നെ നമ്മൾ ഒത്തിരി സ്ട്രാറ്റജികൾ, ഇനി എനിക്ക് തോന്നുന്നു നോക്കാത്ത സ്ട്രാറ്റജികളില്ല. ഒരുമാതിരിപ്പെട്ട ഇതാണെന്ന് കൺസെപ്റ്റ് എന്നുള്ള ഇതാണ് രീതി എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളത് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രേഡിംഗ് വ്യൂവിനകത്ത് ഇത് ചെയ്തിട്ട് അത് പരീക്ഷിക്കുക. അപ്പൊ അവസാനം അവർ നോക്കുമ്പോൾ അത് ഫെയിൽ. പിന്നെ അവർ നമ്മളെ ചീറ്റ് ചെയ്യുകയാണെന്നുള്ള ഒരു തോന്നലും കൂടെ
ഇതൊന്നും കറക്റ്റ്. പിന്നെ അത് തന്നെയാണ് സാറേ, എല്ലാവരും ഇപ്പം യൂട്യൂബിനകത്ത് തന്നെ പേര് പറയുന്നല്ലോ, ഒത്തിരി പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ഇന്ന സ്ട്രാറ്റജി എന്നൊക്കെ പറയും. അതേ സ്ട്രാറ്റജി അതേ രീതി ഫോളോ ചെയ്യാൻ നോക്കുമ്പോൾ പോലും നമുക്ക് ഫെയിലിയർ ആണ് വരുന്നത്. അപ്പൊ ഓക്കെ. ഇതിനകത്ത് ഒന്നുകിൽ അവർ സീക്രട്ട് കറക്റ്റ് ആയിട്ട് റിവീൽ ചെയ്യുന്നില്ലെന്നുള്ള ഒരു ചിന്തയും കൂടെ നമുക്ക് അതിനകത്ത് വന്നു. ഒന്നുകിൽ അവർക്ക് കുറെ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. അത് തന്നെയാണ് അവർ കൂടുതലും ഡെമോ കാണിക്കുമ്പം ഈ റെക്കോർഡഡ് ആയിട്ട് വെച്ചിട്ടുള്ള റീപ്ലേ മോഡിൽ ഇട്ടിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവരൊന്നെങ്കിൽ ഇന്നതുപോലെ ചെയ്താൽ ഇന്നത് വരുമെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. പക്ഷേ നമ്മുടെ റിയൽ പിക്ചറിൽ വരുമ്പോൾ സാറേ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. ശരിക്കും കാരണം ഞാൻ നേരത്തെ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ ലോസിന്റെ റെഡ് മാത്രമേ ഉള്ളായിരുന്നു. ലോസ് മാത്രമേ അതിനകത്തുള്ളായിരുന്നു. പിന്നെ കുറെ ട്രേഡ് എങ്ങനെയൊക്കെയോ അങ്ങ് എടുക്കും, നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം എങ്ങനെയൊക്കെയാണ് എടുത്തത് ഇപ്പൊ ചിന്തിക്കുന്നത്, ദൈവമേ അന്നൊക്കെ എന്താണ് എടുത്തത്. കാരണം ഇത്രയും നമുക്ക് പഠിച്ചിട്ടും ഇപ്പോഴും ശരിക്കും ഒന്നും ആയിട്ടില്ലെന്നുള്ള തോന്നല. ഓരോ ദിവസവും നമ്മൾ ട്രേഡ് എടുക്കുമ്പം പുതിയ പുതിയ അറിവുകളാണ് ശരിക്കും കിട്ടുന്നത്. അപ്പം ഇപ്പൊ ഇന്നലെയും ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സാറേ. കാരണം നമുക്ക് ഇതിനകത്തൊന്ന് രക്ഷപ്പെടേണ്ട. കാരണം ഞാൻ ബൈ പ്രൊഫഷൻ നേഴ്സ് ആയിരുന്നു. അപ്പം എനിക്കിപ്പം പുറത്തോട്ട് പോകാനോ മറ്റു കാര്യങ്ങളോ പറ്റാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇൻകം സോഴ്സ് നമുക്ക് കണ്ടെത്തണം. അപ്പം നമ്മുടെ കൺവീനിയന്റ് ടൈമിൽ നമുക്ക് ഇത് ചെയ്യണമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ഇത് ചെയ്തത്. പക്ഷെ എന്നാലും ഒത്തിരി സന്തോഷമുണ്ട് സാറേ. കാരണം നല്ല കോഴ്സും നല്ല മെന്റർഷിപ്പും എല്ലാം കൊണ്ടും സ്ട്രാറ്റജി ഒത്തിരി നല്ലതാണ്. ഒത്തിരി പേർക്ക് അതുകൊണ്ട് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവും ഇല്ല. സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു മെന്റേഴ്സിന്റെ നല്ല സപ്പോർട്ടാണ് സാർ. ഏത് സമയത്തും അവിടെ മെന്റർ ശരിക്കും 6 to 6 ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 8 മണിക്കോ 9 മണിക്കോ 10 മണിക്കോ ഒക്കെ ചോദിച്ചെന്ന് പറഞ്ഞാലും സാർ അത് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ റിപ്ലൈ വിടുകയും ഇനി അല്ല പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയിട്ട് തരുന്നുണ്ട്. ശരിക്കും ഗൈഡൻസും സപ്പോർട്ടും ഇല്ലെങ്കിൽ ഇത് നടക്കത്തില്ല സാറേ. ഇതൊരിക്കലും സപ്പോർട്ട് ഇല്ലാതെ, പ്രത്യേകിച്ച് തുടക്കക്കാരെ സംബന്ധിച്ച് സപ്പോർട്ട് ഇല്ലാതെ ഒന്നും അറിയാത്ത ഒരാൾക്കാരെ സംബന്ധിച്ച് ഒട്ടും പറ്റത്തില്ല. ശരിക്കും സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പൊ ഇതിനകത്തും നമുക്ക് ആയെന്ന് പറഞ്ഞാലും മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കൊരു ബലം. അത് ശരിക്കും അതിന് സാറിനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഇത്രയും നന്നായിട്ട് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനും അത് തന്നെയല്ല സാറേ. ഇപ്പൊ ഒരു സീക്രട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും പല സ്ട്രാറ്റജി കാണും, എല്ലാ സ്ട്രാറ്റജിയും റിവീൽ ചെയ്യണമെന്നില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻകാരൊന്നും പൊതുവേ ആ സ്ട്രാറ്റജിയും ഒന്നെങ്കിൽ അവർ മാറ്റി വെച്ചിട്ട് മറ്റുള്ള ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ പഠിപ്പിച്ച് അങ്ങ് പോകുക എന്നുള്ളത് മാത്രം. പക്ഷെ ഇവിടെ എന്നാലും കറക്റ്റ് സാറൊക്കെ ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണോ അത് ജനങ്ങളിലേക്ക് അതേ രീതിയിൽ തന്നെ എത്തിക്കുന്നു, അതേ പ്രാക്ടീസ് തന്നെ. അത് നമുക്ക് ലൈവ് സൂം കണ്ടപ്പോൾ മനസ്സിലായി. അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നും ചെയ്യുന്ന ഒന്നും അല്ലല്ലോ ഇവിടെ ചെയ്യുന്നത്. സാറൊക്കെ എന്ത് പഠിപ്പിക്കുന്നു അത് തന്നെയാണ് നമുക്കത് ഷാർട്ടിനകത്ത് കാണിച്ചു തരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒത്തിരി നല്ല സപ്പോർട്ടാണ്. ശരിക്കും എനിക്ക് കോൺഫിഡൻസ് തന്നത് ശരിക്കും ട്രൂസെൻസ് തന്നെയാണ്. അതിനകത്ത് ഒരു തർക്കവും ഇല്ല. സന്തോഷം. പിന്നെ തോന്നുന്നുണ്ടോ? ഇപ്പൊ ചില ആൾ ചോദിക്കാറുണ്ട്, ഇത്രയും വലിയ പൈസ ഒക്കെ കൊടുത്തിട്ട് ചെറിയ ഒരു മാസം കൊണ്ട്, ഇപ്പൊ അവർക്കറിയില്ല ഒരു മാസം കൊണ്ട് ഇത് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞ സംഭവം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇത് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിന് 50,000 രൂപയുടെ കോഴ്സ് 50,000 രൂപയൊക്കെ വാങ്ങണം, അതൊക്കെ അധികമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബ്രോന് എന്താ തോന്നുന്നത്? തീർച്ചയായും സാറേ, ഇതൊരു വർത്താണ്. കാരണം ഇത് നമുക്ക് ഒരാൾക്കൊരു ലൈഫ് കൊടുക്കുകയാണ്. ശരിക്കും ഒരാളുടെ കരിയർ മാറ്റി കൊടുക്കുകയാണ്. അവരുടെ ഒരു ഫൈനാൻഷ്യൽ യൂത്തിൽ നമുക്ക് ഒരു പുതിയ ഒരു മേഖല അവർക്ക് തുറന്നു കൊടുക്കുക. ഇപ്പൊ നമുക്ക് അപ്പൊ അവരൊരു സ്കില്ല് നമുക്ക് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ സ്കില്ലും കൊണ്ട് എത്ര നാൾ കൊണ്ട് വേണമെങ്കിലും, എത്ര വർഷം വേണമെങ്കിലും, 70 കൊല്ലം വേണോ, എത്ര നാൾ ജീവിക്കുന്നു അത്രയും നാൾ വരെ ഈ സ്കില്ലും കൊണ്ട് അവർക്ക് അതുകൊണ്ട് യൂസ് ആയിട്ട് പറ്റും. അപ്പൊ ഇത് ഇപ്പം ഈ ഒരു 50,000 എന്ന് പറയുന്ന ഒരു കോഴ്സ് ഒരിക്കലും അതൊരു ലോസ് അല്ല. ശരിക്കും നമുക്കതൊരു അസറ്റ് ആണ്. അതിൽ നമ്മുടെ ഒരു ബേസ് ആണ്. എപ്പോഴും നമുക്കത് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു ഫ്യൂച്ചർ അവർക്കൊരാൾക്ക് തെളിയിച്ചു കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും നല്ല ഇതാണ് സാറേ. നല്ല ഹാപ്പിയാണ് നമ്മള്. കാരണം ഇപ്പൊ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട് ആയാലും നമുക്ക് എടുത്ത് പാസ്സായി കാര്യങ്ങൾ ചെയ്താൽ പോലും ഈ ഒരു 50,000 ഒക്കെ നമുക്ക് ഒരു 10,000 50,000 ഫണ്ടഡ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 2 or 3 അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഫണ്ട് തിരിച്ചു കിട്ടത്തക്കോണമുള്ള കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ആയി കഴിയും. അതുകൊണ്ട് പൈസ മുടക്കുന്നതിനേക്കാൾ ഉപരി അതിൽ കൂടെ നമുക്കൊരു വർത്ത് മറ്റുള്ളവർക്കായാലും പ്രയോജനപ്പെടുത്താൻ തീർച്ചയായിട്ടും ട്രൂസെൻസ് നല്ല ഒരു മോഡലാണ് സാർ. തീർച്ചയായും ഞാൻ മറ്റു പല ഇതിനകത്തൊക്കെ കണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ പല ആൾക്കാരൊക്കെ സംസാരിച്ചായിരുന്നു. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഒരു ട്രസ്റ്റ്വർത്തി ആയിട്ട് തോന്നിയത് ശരിക്കും ട്രൂസെൻസ് ആണ്. താങ്ക് യു ബ്രോ. താങ്ക് യു. സപ്പോർട്ടാണ്. അത് നമ്മുടെ ഒരു പാർട്ട് ഓഫ് ഡ്യൂട്ടി അല്ലേ ബ്രോ? നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് നമ്മുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എപ്പോഴും. അതുപോലെ പുതിയതായിട്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പം പഠിക്കാൻ വേണ്ടി നമ്മുടെ അടുത്തുനിന്നല്ല, ഒരുപാട് ആൾക്കാർ ഇപ്പം ഫോറക്സ് അല്ലെങ്കിൽ ട്രേഡിംഗ് പഠിക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് പോകുന്നുണ്ട്. അവർ എന്തുകൊണ്ട് ട്രൂസെൻസിനെ സമീപിക്കണം, അല്ലെങ്കിൽ ട്രൂസെൻസിനെ ബ്രോ റെക്കമെൻഡ് ചെയ്യും? എന്താണ് ഇപ്പം സാറേ, മറ്റുള്ള ഇതിനെ അപേക്ഷിച്ച് ട്രൂസെൻസിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സിസ്റ്റം ഉണ്ട്.
ഇന്ന രീതിയാണ്, നമുക്ക് ഇന്നതുപോലാണ് എന്ന് പറഞ്ഞാല് പലപ്പോഴും മറ്റ് പല ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു സ്ട്രാറ്റജി ഫെയിൽ ആയാൽ അടുത്ത സ്ട്രാറ്റജി ഇവിടെ കയ്യിലുണ്ട്. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അടുത്തതെന്ന്. അപ്പം സ്ട്രാറ്റജി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഫെയിൽ ആയാലും ഇവിടെ സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ എനിക്കുള്ള സംശയം ഇതായിരുന്നു, ഒന്ന് ഇതിനകത്ത് നമുക്കൊരു ലോസ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഏതെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ. അപ്പൊ അന്ന് എന്നോടൊപ്പം പറഞ്ഞ ഇതേ ഉള്ളൂ, നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി മാത്രമാണുള്ളത്, ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ്. അപ്പൊ അപ്പൊ തന്നെ നമുക്കൊരു സ്റ്റെബിലിറ്റി ആയി, അപ്പൊ ഒരു സ്ട്രോങ് ആയി, നമ്മുടെ കൺസെപ്റ്റിനകത്തുനിന്ന് നമ്മൾ വ്യതിചലിക്കുന്നില്ല. ഇവിടെ നമ്മൾ സ്ട്രാറ്റജിയും കൂടെ മാറുകയാണെങ്കിൽ നമുക്കൊരു സിനാരിയോ വരുമ്പം ഏതിനകത്താണെന്നുള്ളതിനകത്ത് നമുക്ക് വ്യത്യാസം വരും. അയ്യോ, ഇനി ഈ സ്ട്രാറ്റജി ഉപയോഗിക്കണോ, അടുത്ത സ്ട്രാറ്റജി അത് മറ്റേത് ഉപയോഗിക്കണോ, ആകെ നമ്മൾ കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ നമുക്കിപ്പം എന്ത് തന്നെ വന്നാലും ഈ ഒരു സ്ട്രാറ്റജി മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഈ ഒരു ഇന്ന രീതിയിൽ വന്നാൽ നമ്മൾ ട്രേഡ് എടുത്താൽ മതി എന്നുള്ളത്, അതിനകത്ത് നമുക്കൊരു സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അതിലേക്ക് ബേസ് ചെയ്ത് അപ്പൊ നമുക്ക് ആ ഒരു ഇതിലേക്ക് പോകുമ്പോൾ എവിടെയൊക്കെയാണ് മിസ്റ്റേക്കുകൾ. അപ്പൊ നമുക്കിപ്പം ട്രേഡിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് വരുമ്പോൾ നമ്മളത് റെക്ടിഫൈ ചെയ്യാനും നമുക്ക് ഒരാളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്തു. മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന രീതി നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ ട്രേഡ് ചെയ്യുന്നു. ഇപ്പൊ അതേപോലെ തന്നെ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് ഒരു ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് അത് ഒത്തിരി കാരണം അതുവരെ നമുക്കില്ലാത്ത ഒരു ഇതായിരുന്നു. കാരണം മറ്റേ നമുക്കൊരു കൺട്രോൾ ഇല്ല, നമ്മളൊരു അപ്പൊ ഞാൻ അന്ന് തന്നെ ഞാനൊരു സാറ് പറഞ്ഞ അനുസരിച്ച് ഞാനൊരു ചാർട്ട് ഉണ്ടാക്കി ഞാനൊരു മോഡല് സാറിന് അയച്ചു കൊടുത്തു. സാറേ ഇന്ന രീതിയിലാണ്. അപ്പൊ സാറ് പറഞ്ഞു സാർ ഇന്ന രീതിയിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടൊരു മോഡൽ. അപ്പൊ അതിനകത്ത് ആഡ് ഓൺ ചെയ്യേണ്ട കോളംസ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പൊ നമ്മൾ അതിനകത്ത് റീസൺ 1, 2, 3 എന്ന് പറഞ്ഞ് ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺ 1, 2, 3 എന്തുകൊണ്ടാണ് ഈ ട്രേഡ് എടുത്തത്, ലോസ് ആകാനുള്ള റീസൺ എന്താണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് അത് കുറച്ചുകൂടെ നമുക്ക് ഒരു ഗ്രിപ്പ് കിട്ടി. മറ്റേന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് അക്കൗണ്ടബിൾ ആയി. നമുക്ക് ഈ റിസൾട്ടുകൾ നമുക്ക് വീക്ക്ലി ഒരാളെ കാണിച്ച് സാറിന് അയച്ചു കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ മേളിൽ ഒരാൾ അക്കൗണ്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഇതാവും. അപ്പം അതെനിക്ക് ഒരു കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഞാനിപ്പോ ലാസ്റ്റ് വീക്കിലെ സാറിന് ഓരോ ഡെയിലി നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റുകളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനകത്ത് കറക്ഷൻസ് അത് കണ്ടിട്ട് സാർ പറഞ്ഞു തരാറുണ്ട്, ഇന്നതുപോലെ ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് സാറേ മറ്റൊരു ആൾക്കാരോട് നമ്മൾ റെഫർ ഇതൊക്കെയാണല്ലോ സാർ ഒരാൾക്ക് വേണ്ടിയത്. ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയതും പുതുതായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ച് വരുന്നവർക്കും വേണ്ടിയത് ഇതാണ്. കാരണം നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്താൽ മിസ്റ്റേക്കാണെന്ന് കറക്റ്റ് ഇപ്പൊ ചൂണ്ടിത്തരാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം അത് റെക്ടിഫൈ ചെയ്യാനും മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ അതായത് സപ്പോർട്ടും റെസിസ്റ്റൻസ് സോണും ഒക്കെ വരയ്ക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നൊരു 50 or 60 ചാർട്ടിൽ കൂടുതൽ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എവിടെ ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ കുറവുകൾ കാണും. അത് ചെയ്യേണ്ട, ഇത് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ എന്ന് പറഞ്ഞാൽ സാർ ഇപ്പൊ എല്ലാം ആയെന്നുള്ളതല്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. പക്ഷെ നമ്മൾ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സാറേ, മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്ലോയിലേക്ക് വരുമെന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നമ്മൾ സാർ ഇപ്പം ഫണ്ടഡ് അക്കൗണ്ട് എടുത്തു. ഇപ്പൊ ഇന്നലെ ഒരു $160 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. വേറെ ഒരു 15,000 ഒരു അക്കൗണ്ട് ഒരു ചലഞ്ചിനകത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തൊരു 15,000 അക്കൗണ്ടാണ്. അതിനകത്ത് ഇന്നലെ ഒരു 200+ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് അക്കൗണ്ട് അത് കാരണം ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടാണ് സാറേ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും ഈ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. അതിന് സാറിന്റെ ഒക്കെ വിഷനെയും പ്രത്യേകിച്ചും ടീമിനെയും ഒക്കെ ശരിക്കും ഇപ്പം പ്രത്യേകിച്ചും സാറ് ഇപ്പം ഹെൽത്ത് ചലഞ്ചസ് ഉണ്ടായിട്ട് പോലും എനിക്ക് വേണ്ടി വളരെയധികം സന്തോഷമുണ്ട്. എത്രയും ഹെൽപ്ഫുൾ ആയി അറിഞ്ഞതിലും സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സാറേ ഇപ്പൊ ഈ ഞാനിപ്പോ നിലവില് ഫണ്ടഡ് നെക്സ്റ്റിന്റെ ആണ് എടുത്തിരിക്കുന്നത്. വിഡ്രോവൽസ് ഒക്കെ നമുക്ക് അത് കറക്റ്റ് ആക്കി ചെയ്യുന്ന ഏതെങ്കിലും സാറിന് റെഫർ ചെയ്യാൻ ഏതെങ്കിലും പറ്റുമോ നമുക്ക്? ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഫണ്ടഡ് അക്കൗണ്ട്സിൽ എനിക്ക് ഒരു അഡ്വൈസ് തരാനുള്ളത് പ്രോഫിറ്റ് ഏറ്റവും മിനിമം എടുക്കുക. ഒരു $500 മേലേക്ക് പ്രോഫിറ്റ് എടുക്കരുത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ മാത്രം എടുക്കുക. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് 10 ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ 10നും ഏകദേശം ഈക്വൽ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഒന്നിന് കൂടുതലും ഒന്നിന് വളരെ കുറവും ആ രീതിയിൽ എടുക്കാതെ ഒരു ഈക്വാലിറ്റി വേണം, കൺസിസ്റ്റൻസി വേണം. ഓക്കെ, ഞാൻ റൂൾസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഒരു 3-4 ദിവസം മുന്നേ. അപ്പൊ പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ആവും. വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ അല്ലാതെ നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അവർ ഫെയിൽ ആക്കാനുള്ള സാധ്യതകളുണ്ടോ? പൈസ തരാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നേ ഓർക്കണ്ടോ, അവരെ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ഈ പരിപാടി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാറ് പറയുന്നത് 500 ആയി കഴിഞ്ഞാൽ അന്നേരം വിഡ്രോ ചെയ്യണമെന്നാണ് പറയുന്നത്.
മിനിമം ട്രേഡ് ആയി കഴിഞ്ഞാൽ 500 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്രോ അടിച്ചിട്ട് അടുത്ത ട്രേഡ് ചെയ്യുക. അതിലൊരു 500 600 ചെയ്യുക, പിന്നീട് 600 700 ചെയ്യുക, പിന്നെ 700 800 ചെയ്യുക. അങ്ങനെ മെല്ലെ 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 കൊണ്ടുപോകും. ഓ ഓ ഓ ഓ ഒറ്റ ഓ 2000 3000 5000 10000 ഒന്നും എടുക്കാതിരിക്കുക. കാരണം അവർ തരില്ല. തരുന്നില്ല. ഓ ഓ ഓ മുന്നേ ഒക്കെ ഓ ആണെങ്കിൽ ഇപ്പം കുറച്ച് ആ മാനിപ്പുലേഷൻ. ഞാൻ സാറിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു, അതിനകത്ത് അത്രയും 28,000 സംതിങ്ങോളം ഇപ്പോഴും കിട്ടാനുണ്ടെന്നുള്ള ഒരു $27 അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വലിയ എമൗണ്ട് ഒക്കെ കിട്ടാനുണ്ട്. അപ്പോൾ ആ നമ്മൾ ആ. ഇതിലാണെല്ലാം ഇപ്പൊ സാറേ ഇപ്പം നമുക്ക് ഇപ്പൊ ഒരു $1,000 ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ആവറേജ് ഇപ്പം ഗോൾഡ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു വീക്കിലി സാർ അപ്രോക്സിമേറ്റ് ആണ് ചോദിക്കുന്നത്, നമുക്കൊരു എന്നാ പ്രോഫിറ്റ് ഞാൻ അങ്ങനെ? ഒരാൾ ചോദിച്ചപ്പോ തന്നെ $220 ഇട്ട് $954 ഉണ്ടായി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സോ ആഹാ. അത് ഓ ഓക്കെ. കൊണ്ട് തന്നെ അപ്പോ ആ ഒരു കഴിവ് ഞാൻ ഒരു ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല. സോ സെയിം സ്കില്ലാണ് നമ്മൾ നിങ്ങളെയും പഠിപ്പിച്ചു തരുന്നത്. ആ ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇതിന്. ഓ സെയിം ഓ സാധനം നിങ്ങളുടെ അടുത്തുള്ളത്. സോ ഓക്കെ. നമ്മൾ എത്രത്തോളം അതിന് പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം അതിന്റെ പെർസെന്റേജ് കൂടി കൂടി വരും. ഓ ഓക്കെ ഇത്രേ ഓക്കെ ഉള്ളൂ. സാറേ. അല്ല ഇനിയിപ്പോ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ ഇനി നമുക്ക് ചോദിക്കാമല്ലോ അല്ലേ? Course bro. ആ അതെന്താ ഇത്ര ആ ഓക്കെ. കാരണം സപ്പോർട്ട് ഉള്ളത് കൊണ്ടേ നമുക്ക് നടക്കുള്ളൂ. കുറച്ച് താങ്ക്സ് എ ലോട്ട്. ഗെറ്റ് വെൽ സൂൺ. Oh, sure, bro. ഓക്കെ ഓക്കെ സാറേ. താങ്ക് യു.